Hello everyone, welcome back to Xylem Learning and heartily welcome to our English class. This is Mohammed Shaju. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ വേർബ്സിനെ കുറിച്ചാണ്, മോഡൽ ഓക്സിലറീസിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് മോഡൽ ഓക്സിലറീസ്? ഓക്സിലറി വേർബ്സ് നമുക്കറിയാം, ഈസ്, ആർ, ആം, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓക്സിലറി വേർബ്സ് കോമൺ ആയിട്ട് പറയാം. ഇവരുടെ ഇടയിൽ മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവരാണ് ഈ വിൽ, ക്യാൻ, ഷാൽ, മേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡൽ വേർബ്സ് എന്ന് പറയുന്ന ഈ ആളുകൾ. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ നമ്മുടെ സിലബസിലുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ മോഡൽ ഓക്സിലറീസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. സോ നമുക്ക് നേരെ ഓരോ മോഡൽ ഓക്സിലറീസിൻ്റെ മീനിങ് എന്താണ്, എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. ക്യാൻ ഇസ് യൂസ് ടു ഡിനോട്ട് ദ എബിലിറ്റി ഓഫ് ദ നൗൺ. നൗണിൻ്റെ എബിലിറ്റിയെ അല്ലെങ്കിൽ ഒരു പ്രോണൗണിൻ്റെ, ഹി എന്ന് പറയുമ്പോൾ പ്രോണൗൺ, രാജു എന്ന് പറയുമ്പോൾ നൗൺ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എബിലിറ്റിയെ കാണിക്കാൻ, ഒരു കഴിവിനെ കാണിക്കാൻ, ടു പെർഫോം ആൻ ആക്ഷൻ, ഒരു ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഴിവിനെ കാണിക്കാനാണ് നമ്മളിത് സാധാരണ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഒരു പെർമിഷനുള്ള റിക്വസ്റ്റ് പറയാനും, ക്യാൻ ഐ ഹാവ് യുവർ പെൻ അല്ലേ, ആ പെൻ ഒരു പെർമിഷനാണ്. ക്യാൻ ഐ ഹാവ് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ, അതൊരു പെർമിഷനാണ്. ഇനി മറ്റൊന്ന് ഞാൻ നേരത്തെ എബിലിറ്റി പറഞ്ഞു, ഐ ക്യാൻ ലിഫ്റ്റ് ദിസ് ടേബിൾ, ഐ ക്യാൻ ലിഫ്റ്റ് ദിസ് ടേബിൾ, ഇറ്റ് ഷോസ് മൈ എബിലിറ്റി, അത് എൻ്റെ എബിലിറ്റിയെ കാണിക്കുന്നു. ക്ലിയർ അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ക്യാൻ ഡാൻസ്, എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാം. ഓക്കെ, അതെൻ്റെ എബിലിറ്റിയാണ്. ക്യാൻ ഐ ഡാൻസ്, ഞാനൊരു ഡാൻസ് ചെയ്തോട്ടെ, പെർമിഷനാണ്. സോനു ക്യാൻ സ്വിം, ഷീല ക്യാൻ പെയിൻറ്, രാജു ക്യാൻ ഡ്രൈവ് കാർസ്, ഇതെല്ലാം എബിലിറ്റിനെ കാണിക്കുന്നു. സോ എബിലിറ്റിനെ കാണിക്കാനും അതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കാനും ക്യാൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് കുഡ്. കുഡ് ഇസ് അനദർ ഓക്സിലറി, മോഡൽ ഓക്സിലറി. ഈ കുഡ് എന്ന് പറയുന്നത് ശരിക്കും ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, എബിലിറ്റിയെ കാണിക്കാൻ തന്നെയാണ്. ഒരു പോസിബിലിറ്റിയെ പറ്റി പറയാനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓഫേഴ്സ് നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ആൻ ഓഫർ മെയ്ഡ് ബൈ ദ സബ്ജക്റ്റ് ടു ഡു ആൻ ആക്ഷൻ. അതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കുക, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള പെർമിഷൻസ് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഹി കുഡ് ഡാൻസ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, പൊളൈറ്റ് റിക്വസ്റ്റ് അല്ലേ. ഹി കുഡ് ഡാൻസ്, ഒരു എബിലിറ്റിനെ കാണിക്കുന്നതല്ലേ. ഷീ കുഡ് സോൾവ് ഹർ പ്രോബ്ലംസ്, ഹി കുഡ് ഡിസിഫർ ദ സെൻറ്റൻസ്, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ സെൻറ്റൻസിൻ്റെ മീനിങ് അവന് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് എക്സാമ്പിൾസ് ആണ്. ദേ കുഡ് എൻറ്റർ വിത്തൗട്ട് എനി ഇഷ്യൂസ്, വി കുഡ് ലിവ് വിത്തൗട്ട് കെയർ, എബിലിറ്റിനാണ് കാണിക്കുന്നത്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഓഫ് ക്യാൻ ആണ് കുഡ്. നെക്സ്റ്റ് മേ ആണ്. മേ നമുക്കറിയാം എന്താണ്, ഇസ് യൂഷ്വലി യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ് ടു ഡിനോട്ട് ദ പ്രോബബിലിറ്റി ഓർ പോസിബിലിറ്റി, സാധ്യതയെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ റെയിൻ, ചിലപ്പോൾ മഴ പെയ്യാം അല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് പറയാനും യൂസ് ചെയ്യാറുണ്ട്, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ്. മേ ഐ കമൻ സർ പറയാറില്ലേ, മേ ഐ കമൻ. ഹി മേ ലൈക്ക് ദ കളർ, ചിലപ്പോൾ അവന് ആ കളർ ഇഷ്ടപ്പെടാം. ഷീ മേ അറ്റൻഡ് ദ പാർട്ടി, ദ ഡോഗ് മേ ലൈക്ക് ദ ടോയ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? യെസ്, ഇവിടെ എന്താ പറയുന്നത്, ഒരു പ്രോബബിലിറ്റിയെ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റിയെ കാണിക്കാനാണ് നമ്മൾ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മേ ഐ കം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മേ ഐ ഹാവ് യുവർ പെൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മളൊരു ഒരു 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 റിക്വസ്റ്റ് അല്ലേ, പെർമിഷൻ ചോദിക്കുന്ന റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മേ. മേയുടെ പാസ്റ്റ് ടെൻസ് മൈറ്റ്, ഇതൊരു റിമോട്ട് പോസിബിലിറ്റി എന്ന് പറയാം. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ സാധ്യത വിദൂരമാണ്, ചെറിയ സാധ്യതയുള്ളൂ എന്തിന്, മഴ പെയ്യാൻ. ഓക്കെ, ഇറ്റ് മൈറ്റ്, ഷീ മൈറ്റ് ലൈക്ക് ദ പ്രസൻറ്റേഷൻ, ഒരു പക്ഷേ അവർക്ക് ആ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടാം. ഹി മൈറ്റ് ലൈക്ക് ദറ്റ് ടീഷർട്ട്. ഓക്കെ, റിമോട്ട് പോസിബിലിറ്റി തന്നെയാണ്. പ്രോബബിലിറ്റി സാധ്യത, പോസിബിലിറ്റി അല്ല, സാധ്യതയാണ്, പ്രോബബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി റിമോട്ടാണ്. റിമോട്ട് എന്ന് വെച്ചാൽ വിദൂര സാധ്യതയാണ്. മൈറ്റ്, മേ, പോസിബിലിറ്റി ഓർ പ്രോബബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വില്ലാണ്. വില്ലെന്ന് പറയാം നമുക്ക് ഹൈലി പോപ്പുലർ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡ് ടു ഡിസ്ക്രൈബ് വാട്ട് യു എക്സ്പെക്ട് ഓർ പ്ലാൻ ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ നമ്മൾ നാളെ എന്ത് നടക്കുമെന്നതിനെ കൃത്യമായിട്ട് പറയാൻ, വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ, ഐ വിൽ കം ടുമോറോ, ഞാൻ നാളെ വന്നിരിക്കും. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്, ഞാൻ ചെയ്യോളാം, അത് ഞാൻ ചെയ്തിരിക്കും അത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ വിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, ഷീ വിൽ അറ്റൻഡ് ദ പാർട്ടി, ഹി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ, ദേ വിൽ അറ്റൻഡ് ദ പാർട്ടി, രാജു വിൽ സ്വിം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഹൈലി പോപ്പുലർ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡ് ടു ഡിസ്ക്രൈബ് വാട്ട് യു എക്സ്പെക്ട് ഓർ പ്ലാൻ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ വുഡ്, പാസ്റ്റ് ടെൻസ് ഓഫ് വിൽ. വുഡ് ഇസ് കോമൺലി യൂസ്ഡ് ടു ഷോ പൊളൈറ്റ്നെസ്, കുറച്ചൊരു മര്യാദയെ കാണിക്കാനാണ് നമ്മൾ സാധാരണ വുഡ് ഉപയോഗിക്കുക. വുഡ് യു മൈൻഡ് എന്ന ഒരു യൂസേജ് ഉണ്ട് അല്ലേ, ഒരു പെർമിഷൻ ചോദിക്കണം. വുഡ് യു മൈൻഡ് ഗിവിങ് മീ യുവർ വാട്ടർ ബോട്ടിൽ. ഓക്കെ, വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നത് വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ. വുഡ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഷോ പൊളൈറ്റ്നസ് വൈൽ റിക്വസ്റ്റിംഗ് ഓർ ആസ്കിംഗ് ഇഫ് ആൻ ആക്ഷൻ ക്യാൻ ബി ഡൺ ബൈ ദ
നൗൺ ഓർ നൗൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ അവന് അവൾ എന്നൊക്കെ പറയുന്നത് അവരുടെ പെർമിഷൻ വളരെ പൊളൈറ്റായിട്ട് ചോദിക്കാൻ റിക്വസ്റ്റ് പൊളൈറ്റായിട്ട് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഹാവ് attend the party. I would like to attend the party. She would love to honor the gathering. The teacher would love to interact with the students. The priest would love to address the gathering. He would love to attend the exhibition എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ വില്ലിൻ്റെ വുഡ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയാം. നെക്സ്റ്റ് വുഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ പൊളൈറ്റ്ലി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ഒരു റിക്വസ്റ്റ് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആസ്കിങ് പെർമിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വുഡ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഷാൽ ഒരു മോഡൽ ഓക്സിലറി വേർബാണ് അല്ലേ. അതെന്താ കാണിക്കുന്നത്? ടു സജസ്റ്റ് ദ ഫ്യൂച്ചർ ആക്ഷൻ ഇസ് ഷാൽ. ഓക്കെ, ഇറ്റ് ഫ്രീക്വൻലി അപ്പിയേഴ്സ് ഇൻ പ്രപ്പോസൽസ് ലൈക്ക് ഷാൽ വി ഗോ. പ്രപ്പോസൽ പറയാൻ നമുക്ക് പോയാലോ, നമുക്കൊരു ചായ കുടിച്ചാലോ, ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് ടീ അല്ലേ, ഷാൽ വി ഗോ എന്നൊക്കെ ചോദിക്കാം. ആൻഡ് ഇറ്റ്സ് most frequently employed with the phrases that begins with the I or we. I എന്നോ വി എന്നോ. ഷാൽ ഐ ചോദിക്കില്ലേ, ഷാൽ ഐ ഞാൻ ചെയ്തോട്ടെ, ഷാൽ ഐ കം ഞാൻ പറ്റാം നിന്നോടെ, ഷാൽ വി ഗോ. അപ്പോൾ ഐയുടെയും വിയുടെയും കൂടെയാണ് സാധാരണ അത് യൂസ് ചെയ്യുക. ആസ് എ വേർബ് ഷാൽ ഇസ് ടിപ്പിക്കലി യൂസ് ടു ഡിനോട്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഓർ വോളണ്ടറി ആക്ഷൻ. അതൊരു വേർബായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വോളണ്ടറി ആക്ഷൻ, വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ചെയ്യുന്ന ഒരു കാര്യം, ഓക്കെ, അത് എൻ്റെ ഒരു കടമയായിട്ട് നമ്മൾ കാണാം, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ വി ഷാൽ അറ്റൻഡ് ദ ഗ്യാതറിംഗ്, നമുക്ക് ആ ഗ്യാതറിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്താലോ. ഷാൽ ഐ യൂസ് യുവർ നോട്ട്ബുക്ക്, ഷാൽ ഐ ഫൈനലൈസ് ദിസ്, ഇത് ഞാനൊന്ന് ഫൈനലൈസ് ചെയ്തോട്ടെ. ഓക്കെ, അതെന്താണ്? പ്രപ്പോസലാണ്. ഏത് പ്രപ്പോസൽ അല്ല, ഒരു സജഷൻ ചോദിക്കുകയാണ് അല്ലേ. യു ഷാൽ ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്. ഹി ഷാൽ ഡാൻസ്, അവനെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷാൽ ഇസ് ടിപ്പിക്കലി യൂസ് ടു ഡിനോട്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഓർ വോളണ്ടറി ആക്ഷൻസ്. വോളണ്ടറി ഷാൽ ഐ കം വോളണ്ടറി ആക്ഷനാണ്. ഓക്കെ, ഹി ഷാൽ ഡാൻസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഷുഡ്, ഷാലിൻ്റെ പാസ്റ്റൻസ് ആണ്. The modal verb should is frequently employed to offer suggestions or counsel. Suggestion പറയാൻ, അതുപോലെ തന്നെ counsel. It can be used to convey both obligation and expectation. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതെന്ത് പറയാനാണ്? ഒരു ഒബ്ലിഗേഷനെ പറ്റി, കടമയെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷയെ കാണിക്കാൻ വേണ്ടിയിട്ട്. യു ഷുഡ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, ഒരു കടമയെ കാണിക്കുന്നതാണ് അല്ലേ. അതൊരു ഒബ്ലിഗേഷനാണ്. യു ഷുഡ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, നിങ്ങൾ തീർച്ചയായിട്ടും എന്ന അർത്ഥത്തിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. ഷുഡ് ഐ സെൻഡ് ഇറ്റ് ഔട്ട്, ഞാനത് അയക്കണോ, അങ്ങനെ ചോദിക്കാറ് നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അത് സജഷൻ അല്ലേ. ഷുഡ് ഐ സെൻഡ് ഇറ്റ്, സജഷൻ അല്ല, ഷുഡ് ഐ സെൻഡ് ഇറ്റ്. ഹി ഷുഡ് പ്രിഫർ ഹിസ് ദിസ് ഓവർ ദാറ്റ്. ഹി ഷുഡ് പ്രിഫർ, അവൻ തിരഞ്ഞെടുക്കണം ഇത് അതിനേക്കാൾ. ഷീ ഷുഡ് പേ മോർ അറ്റൻഷൻ, മോർ അറ്റൻഷൻ, അത് അവളുടെ കടമയാണ്. കൂടുതൽ അറ്റൻഷൻ അവൾ കാണിക്കാൻ വേണം, സ്റ്റഡീസിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. യു ഷുഡ് പിക്ക് വൺ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയാൻ നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒബ്ലിഗേഷൻ എന്ന വേർഡ് നിങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് യു ഷുഡ് വിയർ യൂണിഫോം. ഓക്കെ, മസ്റ്റ് ഇസ് യൂസ് ടു ഡിനോട്ട് ദ നെസസിറ്റി ഓഫ് ആൻ ആക്ഷൻ ഓർ ടു ബി ഡൺ ബൈ ദ സബ്ജക്റ്റ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കടമയെ കാണിക്കലും ഒബ്ലിഗേഷനൊക്കെ തന്നെയാണ്, പക്ഷേ അത് കുറച്ചുകൂടെ നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പോൾ യൂണിഫോമിൻ്റെ കേസ് ഇവിടെ പറഞ്ഞായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. യു മസ്റ്റ് വിയർ യൂണിഫോം, യു ഷുഡ് റെസ്പെക്ട് യുവർ പാരൻസ്. ഓക്കെ, അതുപോലെ തന്നെ യു മസ്റ്റ് വിയർ യൂണിഫോം, അതൊരു നെസസിറ്റിയുടെ ഭാഗമാണ്. സ്കൂളിലേക്ക് വരണമെങ്കിൽ യൂണിഫോം വേണം. യു മസ്റ്റ് കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ, ഒരു എക്സാമ്പിൾ. ഹി മസ്റ്റ് ലിസ്റ്റ് ഔട്ട് ദ ഓപ്ഷൻസ്, ഷീ മസ്റ്റ് ചൂസ് വൺ, ഹി മസ്റ്റ് അഡ്രസ് ദ ലിസണേഴ്സ്, യു മസ്റ്റ് പ്ലാൻ ട്രീസ് എന്നൊക്കെ പറയുന്നത് എക്സാമ്പിൾസ് ആണ്. മസ്റ്റ് നിർബന്ധമായും ചെയ്തത്. ഓട്ട് എന്ന് പറയുന്നതും ought എന്ന് പറയുന്നതും നമ്മളൊരു കടമയെ കാണിക്കാനാണ് യൂസ് ചെയ്യുക. ought is used to denote an obligation of a subject to perform a particular action. For example, he ought to pay the fine. അവൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്തിനാ? ഫൈൻ അടയ്ക്കാൻ. he has to do it എന്നർത്ഥം. she ought to respect her teacher. she is supposed to respect her teacher. he ought to behave well. he is supposed to behave well. we ought to salute the warriors. we
should അല്ലെങ്കിൽ we are supposed to, we are obliged to salute the warriors. We ought to honor the soldiers. We are supposed to honor the soldiers. Okay, we are obliged to honor the soldiers. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓക്കെ. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, I dash run fast to catch the train. എന്തായിരിക്കും വരിക? I dash run fast to catch the train കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? I should, അല്ലേ? I should run fast. നിർബന്ധമായി ഞാൻ ഓടണം. I dash bring milk on my way home. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എനിക്ക് പാല് വാങ്ങിക്കാം, കൊണ്ടുവരാം, പാല് കൊണ്ടുവരാം. I can, എബിലിറ്റി ആണ് അല്ലേ? I can bring milk on my way home. പ്രശ്നമൊന്നുമില്ല, ഞാൻ കൊണ്ടുവരാം. He dash faces a lot of problems getting this approved. ഇത് അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചിട്ടുണ്ടാവുമല്ലേ? He might face ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ ഫേസ് ചെയ്യേണ്ടി വരും ഈ കാര്യം ഒന്ന് അപ്രൂവ് ആയി വരാൻ വേണ്ടിയിട്ട്. മൈറ്റ് നമുക്ക് ഉറപ്പിച്ച് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് വിദൂര സാധ്യതയുള്ള മൈറ്റ് ഉപയോഗിച്ചത്. ഷീ ഡാഷ് ബി അറ്റ് സ്കൂൾ ഓൺ ടൈം. സ്കൂളിൽ സമയത്ത് എത്തണം എന്ന് പറയുമ്പോൾ നമുക്കെന്ത് പറയാം? ഷീ ഷുഡ് ബി അറ്റ് സ്കൂൾ ഓൺ ടൈം, അല്ലേ? ഷീ ഷുഡ് ബി അറ്റ് സ്കൂൾ ഓൺ ടൈം ഒബ്ലിഗേഷൻ ആണ് കാണിക്കുന്നത്. ഹി ഡാഷ് ഡസ് വാട്ട് മേക്ക് ഹിം ഹാപ്പി. അവൻ എന്താണോ ഹാപ്പി ആക്കുന്നത് അത് അവൻ ചെയ്യണം, അത് നെസസിറ്റിയാണ്. ഹി മസ്റ്റ് ഡസ് വാട്ട്, സോറി, ഹി മസ്റ്റ് ഡസ് അല്ല, ഹി മസ്റ്റ് ഡു, അല്ലേ? ഹി മസ്റ്റ് ഡു ആണ്. ഹി മസ്റ്റ് ഡു വാട്ട് മേക്സ് ഹിം ഹാപ്പി. നെക്സ്റ്റ്, ഡാഷ് ഐ ഗെറ്റ് യു എ ഗ്ലാസ് ഓഫ് വാട്ടർ. എന്തായിരിക്കും അവിടെ വരിക? ഒരു ഓക്സിലറി വെർബ്. ഡാഷ് ഐ ഗെറ്റ് യു എ ഗ്ലാസ് ഓഫ് വാട്ടർ. Can I get you a glass of water? അല്ലേ? Can ആണ് അവിടെ വരിക. നെക്സ്റ്റ്, he dash take part in the occasion. തീർച്ചയായും അവൻ ആ ഒക്കേഷനിൽ പങ്കെടുക്കും. തീർച്ചയാണ്, ഉറപ്പായും. He will take part in the occasion. Next one, last one. We dash take care of our surroundings. Answer ഞാൻ തന്നെ പറഞ്ഞു. He must ആണ്, അല്ലേ? We must take care of our surroundings. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്നർത്ഥത്തിൽ, കടമ എന്നർത്ഥത്തിൽ, നിർബന്ധമായും നമ്മൾ ചെയ്യണം എന്നർത്ഥത്തിലൊക്കെ നമുക്ക് അവിടെ പറയാം. ഇതിൽ ഓരോന്നും, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോന്നിനെയും ചെറിയ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തോന്നും അത് അങ്ങനെ പറഞ്ഞുകൂടെ എന്ന്. കുഴപ്പമൊന്നുമില്ല, പറയാൻ പറ്റും. പക്ഷേ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്, നമ്മൾ കോൺടെസ്റ്റിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ കോൺടെസ്റ്റിലും ഓരോ രീതിയിലായിരിക്കും, അല്ലേ? ഇപ്പോൾ ഞാൻ പറയാണ് ഐ ക്യാൻ ബ്രിങ് മിൽക്ക് ഓൺ മൈ വേ ഹോം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഐ ഷുഡ് ബ്രിങ് എന്ന് പറയാം, അല്ലേ? അത് കോൺടെസ്റ്റിൽ ചിലപ്പോൾ അതായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. നിർബന്ധമായിട്ട് ഞാൻ കൊണ്ടുവരണമെന്ന്, കാരണം ഇന്ന് പ്രോഗ്രാം ഉള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മളവിടെ ഷുഡ് ചിലപ്പോൾ ഉപയോഗിക്കാം. ഓക്കെ, അല്ല ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും. അപ്പോൾ കോൺടെസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്താം. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷൻ വേണ്ട, ഞാൻ തന്നെ അത് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറഞ്ഞുള്ളത്, നമ്മുടെ ഈ ഒരു മോഡൽ ഓക്സിലറീസിൽ പറഞ്ഞത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.